ഹായ് ഫ്രണ്ട്സ്, റിയ ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് റെഡിമെയ്ഡ് പർദ്ദ ലെങ്ത്ത് കുറയ്ക്കുന്നത് എങ്ങനെയാണ്, സൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പലർക്കും ലെങ്ത്ത് കറക്റ്റായ ലൂസ് കറക്റ്റാവില്ല, ലൂസ് കറക്റ്റായ ലെങ്ത്ത് കറക്റ്റാവില്ല, അങ്ങനെ ഒരു പരാതി വരുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതാണ് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഞാൻ ഇന്നിവിടെ ഒരു 2 റെഡിമെയ്ഡ് പർദ്ദ ഓൾട്രേഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പർദ്ദ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് പർദ്ദയെ മറിക്കണം. അകവും പുറവും മറിച്ച് പൊട്ടവശം പുറത്തേക്കാക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പർദ്ദ ചെയ്യാനായിട്ട് നമുക്ക് 1.5 മീറ്ററെങ്കിലും കുറഞ്ഞത് വലിപ്പമുള്ളൊരു മേശ നിർബന്ധമാണ്. ഇത് വളരെയധികം കുഴഞ്ഞ് കിടക്കുന്ന തുണി ആയതുകൊണ്ട് ചെറിയ ടേബിളാകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വഴുക്കി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അളവും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 മീറ്റർ നീളവും 3 അടി വീതിയുള്ള മിനിമം, ഏറ്റവും ചെറുത്. ശരിക്കും 2 മീറ്റർ നീളമുള്ളൊരു ടേബിളാണ് അതിനാവശ്യമുള്ളത്. അതില്ലെങ്കിലും 1.5 മീറ്റർ നിർബന്ധമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, മറിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുത്തിന് സെൻറ്റർ പിടിച്ചിട്ട് ഒരു പിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഷോൾഡർ ഒപ്പം വെച്ചിട്ട് അടുത്തൊരു പിന്ന് ചെയ്യുക. അപ്പോൾ ഷോൾഡറും കഴുത്തും കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെങ്കിൽ, റിഗാള് 2 ഒപ്പം വെച്ചിട്ട് അവിടുത്തെ തയ്യൽ തുമ്പ് കറക്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു പിന്ന് കൊടുക്കണം. അതുപോലെ താഴെ എത്തുന്നത് വരെ 2 സൈഡിലെ തയ്യൽ തുമ്പ് ഒപ്പം വെച്ചിട്ട് പിന്നടിച്ച് നിർത്തിയാൽ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ ഓൾട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഇത് കയ്യിലൊതുങ്ങാത്ത തുണിയായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും പ്രയാസമുള്ളൊരു ജോലിയാണിത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇത് കാണണം, എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇത് ഓൾട്രേഷൻ ചെയ്യാൻ സാധിക്കും. പലർക്കും ലെങ്ത്ത് കറക്റ്റായ ലൂസ് കറക്റ്റാവില്ല, ലൂസ് കറക്റ്റായ ലെങ്ത്ത് കറക്റ്റാവില്ല, അങ്ങനെയുള്ളൊരു പ്രോബ്ലമാണ് റെഡിമെയ്ഡ് പർദ്ദയിൽ കൂടുതലും വരുന്നത്. അതുപോലെ തന്നെ 2 സൈഡ് ഞാന്നിട്ടുള്ളൊരു പ്രശ്നം കൂടി വരും. അത് എങ്ങനെയാണ് ആ ഞാലിച്ച 2 സൈഡിലെ ഞാലിച്ച എങ്ങനെയാണ് അത് കളയേണ്ടതെന്നുള്ളത് നമ്മളിതിൽ വിശദമാക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പിന്നും കുത്തിക്കഴിഞ്ഞു. റിഗാള് മുതൽ താഴെ വരെ നമ്മൾ പിൻ ചെയ്ത് കറക്റ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് 2 തല ഒപ്പം പിടിച്ച് താഴേക്ക് ഇങ്ങനെ തൂക്കിയിടുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. നമ്മൾ വീഡിയോയിൽ കാണിച്ചതുപോലെ 2 സൈഡ് തൂക്കി ഇങ്ങനെ താഴേക്ക് വിരിക്കുക. കുഴഞ്ഞു കിടക്കുന്ന തുണി ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണത്. കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ട് അതിനെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. കഴുത്തിലും ഷോൾഡറിലും പിൻ ചെയ്തതുകൊണ്ട് വേറെ താഴ്ഭാഗമൊന്നും ഏത് ഭാഗത്തിലേക്കും പോകില്ല, കറക്റ്റായിട്ട് കിടക്കും. അതിന് നമുക്ക്
പിൻ ചെയ്ത് നിർത്താം. താഴെ കറക്റ്റ് ചെയ്ത് വയ്ക്കണം, അതല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇറക്കത്തിൽ വ്യത്യാസം വരും. അതില്ലാതിരിക്കാൻ വേണ്ടി താഴെ ഭാഗം കറക്റ്റാക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കറക്റ്റായിട്ട് കിട്ടി. സെൻറ്റർ കിട്ടി, സൈഡ് കിട്ടി, ലെങ്ത്ത് കിട്ടി, ഷോൾഡറും കഴുത്തും എല്ലാം കറക്റ്റായിട്ട് സെൻറ്റർ കിട്ടി. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ചെക്ക് ചെയ്യലാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് 55 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഈ പർദ്ദ 57 ഇഞ്ച് ലെങ്ത്താണുള്ളത്. അത് മാത്രമല്ല, ഇട്ട് നോക്കുമ്പോൾ 2 സൈഡ് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ച് ഫ്രണ്ടിലുള്ള അധികമുള്ളത് കൂടാതെ 2 സൈഡിൽ തൂങ്ങിയതുകൊണ്ട് ഒരുപാട് നിലത്ത് കിടന്ന് ഇഴയുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇതുള്ളത്. അതിനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. 55 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. ഇതുള്ളത് 57 ഇഞ്ചാണ്. അപ്പോൾ 55 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 56 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ബാക്കിലെ ഷോൾഡറും കഴുത്തും കൂടി സെൻറ്റർ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ കറക്റ്റ് ടേപ്പ് വെച്ചിട്ട് 56 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ആ വിരൽ വെച്ചത് കറക്റ്റ് ടേപ്പിൻ്റെ അളവ് വെച്ചിട്ടുണ്ട്. ഇവിടെ 56 ഇഞ്ചിൽ താഴെ മാർക്ക് ചെയ്തു. ഇനി ആ അളവ് കഴുത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ ഈ എൻഡ് വരെ പിടിക്കണം നമ്മൾ. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 56 ഇഞ്ച് അതാ ഷോൾഡറിൻ്റെ ആ മൂലയിൽ കറക്റ്റായിട്ട് വെച്ചു, കഴുത്തിൻ്റെ മൂലയിൽ. ഇനി ആ അളവ് അവിടുന്ന് മാറ്റരുത്, 56 ഇഞ്ചിൻ്റെ ആ അളവ് മാറ്റരുത്. ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവരണം അവിടുന്ന്. ഇനി അങ്ങനെ ഈ അറ്റം വരെ മാർക്ക് ചെയ്യുക. അപ്പോൾ സൈഡിൽ ഞാന്ന് കിടക്കുന്ന ആ ഭാഗം കംപ്ലീറ്റ് ക്ലിയറായിട്ട് കിട്ടും. പിന്നെ സൈഡ് തൂങ്ങിയെന്നുള്ള ആ ഒരു പരാതി ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അബായയുടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിനെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിക്കാം ലൈനുകൾ. അത് കഴിഞ്ഞ് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി സംശയം തീർക്കാം. കഴുത്തിൻ്റെ ആ മൂലയിൽ നിന്ന് 56 ഇഞ്ച് ഈ എൻഡിലേക്കാണ് പിടിക്കേണ്ടത്, സൈഡിലേക്ക്. അങ്ങനെ ആ അറ്റം വരെ കറക്റ്റായിട്ട് 56 ഇഞ്ച് നമുക്ക് കിട്ടി. അപ്പോൾ 1 ഇഞ്ച് മടക്കി അടിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ 4 വശം ഒരുപോലെ നിൽക്കും. ഇനി നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കൽ കഴിഞ്ഞു. കണ്ടില്ലേ, ആ സൈഡ് കണ്ടില്ലേ? നമുക്ക് 1/2 ഇഞ്ച് അവിടെ, 1 ഇഞ്ച് അവിടെ താഴെ വെട്ടിക്കളയാനുള്ളൂ, ഫ്രണ്ടും ബാക്കും. പക്ഷേ സൈഡിൽ നിന്ന് 3 ഇഞ്ച് വരെ ആ സൈഡ് തൂങ്ങിയത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണം. കൂടുതൽ ഷേപ്പ് ചെയ്യാനില്ല. ഒരു 15 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക, 25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് അളവ് കറക്റ്റാണ്. അരവണ്ണത്തിലാണ് കുറച്ച് ലൂസ് അധികം ഉള്ളത്.
അപ്പോൾ 15 ഇഞ്ചിൽ നമുക്ക് അരവണ്ണത്തിൽ ആവശ്യമുള്ള അളവിന് വയ്ക്കുക. സീറ്റും ഇതിൻ്റെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് സീറ്റിൽ ആ കറക്റ്റ് അളവിൽ വയ്ക്കുക. ഷേപ്പ് ചെയ്താൽ മാത്രം മതി. ടേബിളിന് കറക്റ്റ് നീളവും വീതിയും ഇല്ലെങ്കിൽ നമുക്ക് അബായയുടെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ചെയ്യുമ്പോൾ ഡൈനിങ് ടേബിൾ നല്ല നീളമുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ താഴേക്കും മാർക്ക് ചെയ്യുക. സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു പർദ്ദ അതേപോലെ തന്നെ അതിൻ്റെ കൈ ലെങ്ത്തും കുറയ്ക്കണം, സ്വല്പം ഷേപ്പ് ചെയ്യാനുമുണ്ട്. ഇതും സെയിം തന്നെ ചെയ്യേണ്ടത്. അകവും പുറവും മറിച്ച് വശം പുറത്തേക്കാക്കുക. എന്നിട്ട് ഷോൾഡറും കഴുത്തും സെൻറ്റർ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്യുക. ഇനി റിഗാളിൻ്റെ അവിടെ ഒപ്പം പിടിച്ചിട്ട് തയ്യൽ തുമ്പും റിഗാളിൻ്റെ അളവും കറക്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്യുക. താഴെ വരെ പിൻ ചെയ്ത് നിർത്തുക. ഇനി രണ്ട് സൈഡ് പിടിച്ചിട്ട് മുകളിലേക്ക് പിടിച്ചാൽ സെൻറ്റർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി അതിനെ മേശപ്പുറത്ത് വിരിച്ചു വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് രണ്ടെണ്ണം ഒരേ സമയത്ത് കാണിച്ചത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയാണ് രണ്ടെണ്ണം കാണിച്ചത്. അത് പേപ്പർ വെയിറ്റ് വെച്ചതാണ്, തുണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി. ഇതും നമുക്ക് ലെങ്ത്ത് വേണ്ടത് 55 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ 56 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ ആ പൊസിഷനിൽ നിന്നാണ് നമ്മൾ 56 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇനി ആ 56 ഇഞ്ച് നമുക്ക് ഇങ്ങേ അറ്റം വരെ മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ ആ പൊസിഷനിൽ തന്നെ വെക്കണം. ആ മൂലയിൽ നിന്ന് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി സെൻറ്റർ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. സീറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തു. ഷേപ്പ് ചെയ്യാനുള്ളത് ഷേപ്പ് ചെയ്തു. ഇതിൻ്റെയും ചെസ്റ്റും സീറ്റും സെയിം അളവാണ്. ഷേപ്പ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലെങ്ത്താണ് ഇതിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നത്. രണ്ട് സൈഡ് ഞാന്നിട്ട് നിലത്ത് കിടന്ന് ഇഴയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം മാറി.
ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. സ്ലീവ് ലെങ്ത്ത് കുറയ്ക്കണം. സ്ലീവ് ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ മുകളിൽ വേറെ സെപ്പറേറ്റ് ഒരു കളർ ഉണ്ടായിരുന്നു, അത് ഞാൻ അഴിച്ചു വെച്ചതാണ്. അഴിച്ചു വെച്ചതിന് ശേഷം നമുക്ക് 2 ഇഞ്ച് കൈനീളം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പീസിനെ അവിടെ അഴിച്ച് മാറ്റി വെച്ചുകൊണ്ട് കയ്യിൽ നിന്ന് നമുക്ക് 2 ഇഞ്ച് കട്ട് ചെയ്ത് കളയണം. ഇതാണ് ഞാൻ അഴിച്ചു വെച്ച പീസ്. ഇനി 2 ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം ആ പീസ് വീണ്ടും അവിടെ തന്നെ വയ്ക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവ് കറക്റ്റ് അളവിൽ കിട്ടും.